ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 11-ാം അധ്യായമാണ് ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം നാരായണീ സ്തുതി. 22 ശ്ലോകങ്ങളോളം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 23 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഓരോ ശ്ലോകങ്ങൾ വായിച്ച് അർത്ഥം പറഞ്ഞ് പഠിച്ചു പോകാം. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവസ്വരൂപേ, എല്ലാത്തിൻ്റെയും സ്വരൂപത്തോടു കൂടിയവളെ. സർവ ഈശേ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവളെ, ഈശിക്കുന്നവളെ, ഭരിക്കുന്നവളെ. സർവശക്തി സമന്വിതേ, എല്ലാ ശക്തിയോടും കൂടിയവളെ. ഭയേഭ്യക, ഭയക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭയക്കുന്നവരെ. ത്രാഹി, ത്രാഹി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, പാലിക്കുക. അപ്പം ഭയപ്പെട്ടിരിക്കുന്ന നോ എന്ന് പറയാൻ നഹ, ഞങ്ങളെ. അല്ലയോ ദേവി, ഭയപ്പെടുന്ന ഞങ്ങളെ രക്ഷിച്ചാലും, അല്ലെങ്കിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും. ത്രാഹി എന്ന് പറഞ്ഞാൽ രക്ഷിച്ചാലും. ഭയേഭ്യസ്ത്രാഹി, ഭയേഭ്യഹ ത്രാഹി ആണ് ആ വിസർഗം അവിടുന്ന് പോയിട്ട് താ എന്ന വ്യഞ്ജനം വന്നുകൊണ്ട് സായുടെ ഇത് വരുന്നു. ഭയേഭ്യസ്ത്രാഹി, സന്ധി നിയമം. ഭയക്കുന്നവർക്ക് അവരുടെ ഭയത്തെ ഇല്ലാതെയാക്കുന്ന ദേവി ഞങ്ങളെ രക്ഷിച്ചാലും. ദുർഗേ, ദുർഗം എന്ന് പറഞ്ഞാൽ പ്രാപിക്കാൻ പ്രയാസമുള്ളതാണ്. അതായത് ദുഃഖേന ഗന്ധും ഇതി ദുർഗ. അപ്പോൾ ദുർഗം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, ദുരിതം എന്നൊക്കെ അർത്ഥം. അപ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവളായ അല്ലയോ ദുർഗാദേവി, നമഃ അസ്തുതേ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവവീതിഭ്യഃ കാത്യായനീ നമോസ്തുതേ. ഏതത് തേ, ഏതത് തേ വദനം സൗമ്യം. അപ്പം ഈ സ്തുതികളെല്ലാം കൊണ്ട് ദേവി സൗമ്യയായിരിക്കുന്നു, നല്ല സൗമ്യമായ മുഖത്തോടു കൂടിയവളെ. തേ എന്ന് പറഞ്ഞാൽ അവർ. ഏതത് തേ, ഏതത്തേ. അല്ലയോ ദേവി, ഏതത് എന്ന് പറയാൻ ഈ ഭയങ്ങളെല്ലാം, മുമ്പ് മുകളിൽ ഭയം പറഞ്ഞില്ലേ, ദുഃഖം, ഭയമൊക്കെ, അതിൽ നിന്നെല്ലാം രക്ഷിക്കുക. അപ്പം അതുകൊണ്ടൊക്കെ നല്ല സൗമ്യ മുഖത്തോടു കൂടിയവളെ. ഈ സ്തുതികളാൽ അല്ലെങ്കിൽ സ്തുതികളെല്ലാം കേട്ടപ്പോൾ, സ്തുതിച്ചപ്പോൾ സൗമ്യമായ മുഖത്തോടു കൂടിയവളെ എന്നർത്ഥം. ലോചനം കണ്ണാണ്, ത്രയം 3 ഭൂഷിതം അലങ്കരിക്കപ്പെട്ടത്. 3 കണ്ണുകളാൽ അലങ്കരിക്കപ്പെട്ടവളെ. ലോചനത്രയ ഭൂഷിതം, 3 കണ്ണുകൾ മഹാദേവനും ദേവിക്കും. നാളികേരത്തിന് 3 കണ്ണുകളാണ്. വെള്ളമുള്ളത് ആണ് ഈ എന്താ പറയുക, കണ്ണ്, ലോചനം, കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ എന്താ അതിനെ പറയുക, 3 കണ്ണുകൾ
വലത്തെ കണ്ണ് സൂര്യനും ഇടത്തെ കണ്ണ് ചന്ദ്രനും നടുക്കത്തെ കണ്ണ് അഗ്നിയുമാണ്. അപ്പോൾ സൂര്യ ചന്ദ്ര അഗ്നിമാരായ 3 കണ്ണുകളോടുകൂടിയവളെ അംബികെ പാതു എന്ന് പറഞ്ഞാൽ രക്ഷിക്കട്ടെ. നഹ ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. എന്തിൽ നിന്ന്? സർവഭീതിപ്യ എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ചില പുസ്തകത്തിൽ ഭൂതേപ്യ എന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഭൂതങ്ങൾക്കും എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. എല്ലാ ജീവജാലങ്ങളെയും എല്ലാവിധ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. കാത്യായനി നമഃസ്തുതേ. കാത്യായന മഹർഷിയുടെ മകളായ അല്ലയോ കാത്യായനി ദേവി, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേഹേ ഭദ്രകാളി നമോസ്തുതേ. ജ്വാലാകരാളം അത്യുഗ്രങ്ങളായ കരാളം ഭയങ്കരമായ ജ്വാലകളോടുകൂടിയ അശേഷ അസുരസൂദനം മുഴുവൻ അസുരന്മാരെയും ഇല്ലാതെയാക്കിയ, അല്ലെങ്കിൽ അസുരന്മാരെയൊക്കെ കൊന്ന, അശേഷം എന്ന് പറഞ്ഞാൽ മുഴുവൻ, ജ്വാല തീജ്വാല, കരാളം ഭയങ്കരമായത്, അത്യുഗ്ര അതിഭയങ്കരമായത്, ത്രിശൂലം അപ്പോൾ അസുരന്മാരെ നിശേഷ അസുരന്മാരെ ഇല്ലാതെയാക്കിയ ത്രിശൂലം, ദേവിയുടെ കയ്യിലുള്ള ആ ത്രിശൂലം, നഹാപാതു ഞങ്ങളെ രക്ഷിക്കട്ടെ, ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. ഭീതേഹേ ഭയത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഭദ്രകാളി നമസ്തുതേ. ഭദ്രത്തെ ചെയ്യുന്നവൾ ഭദ്ര അല്ലേ, ഭദ്രം മംഗളം. ഭദ്രകാളി ഭദ്രത്തെ ചെയ്യുന്നവൾ ഭദ്രകാളി. നമഃ സ്തുതേ ഭദ്രകാളിക്കായിക്കൊണ്ട്. ആദ്യം ദുർഗയ്ക്കായിരുന്നു, അടുത്തത് കാർത്യായനി ദേവിയായി, ഇത് ഭദ്രകാളി ആയിക്കൊണ്ട് നമസ്കാരം. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം. സൂദനം ചെയ്യാന്ന് പറഞ്ഞാൽ കൊല്ലുക, സൂദനം ഇല്ലാതെയാക്കുക. അശേഷം എന്ന് പറഞ്ഞാൽ മുഴുവൻ. അസുരസൂദനം അസുരന്മാരെ എല്ലാം ഇല്ലാതെയാക്കിയ. ത്രിശൂലം നഹ ഞങ്ങളെ പാതു രക്ഷിക്കട്ടെ. ഭീതേഹേ ഭയത്തിൽ നിന്ന്. ഭദ്രകാളിക്കായിക്കൊണ്ട് നമസ്കാരം. ഹിനസ്തി ദൈത്യതേജാംസി സ്വനേന പൂര്യയാ ജഗത് സാ ഖണ്ഡ പാതുനോ ദേവി പാവേഭ്യോ ന സുതാനിവ. ഹിനസ്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന. ദൈത്യതേജാംസി ദൈത്യന്മാരുടെയൊക്കെ തേജസ്സിനെ നശിപ്പിക്കുന്ന. സ്വനേന സ്വനം എന്ന് പറഞ്ഞാൽ സ്വരം, ശബ്ദം. ആപൂര്യ എന്ന് പറഞ്ഞാൽ പൂരിതമായിരിക്കുന്നു, പൂർണ്ണമായിരിക്കുന്ന. യാ ജഗത് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദേവി. സാ ഖണ്ഡ, സാ എന്ന് പറഞ്ഞാൽ ആ ഖണ്ഡ മണി, ദേവിയുടെ കയ്യിലുള്ള ആ മണി. പാതു രക്ഷിക്കട്ടെ. നഹ ഞങ്ങളെ രക്ഷിക്കട്ടെ. പാപേഭ്യഹ പാപികളെയൊക്കെ, പാപങ്ങളെയല്ല ഞങ്ങളിലുള്ള പാപങ്ങളെയൊക്കെ ഇല്ലാതെ ആകട്ടെ. എങ്ങനെ? അനഹ സുധാനിവ. അതാണ് പാപേഭ്യഹ അന എന്ന് പറഞ്ഞാൽ അമ്മ. അമ്മ എങ്ങനെയാണോ മക്കളെ രക്ഷിക്കുന്നത് അതുപോലെ ഞങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. ആ ഖണ്ഡ ആ മണി. അപ്പം പൂജയൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ ഹോമത്തിനൊക്കെ മണിയടിക്കുന്നത് എന്തിനാണ്? മംഗളമല്ലാത്ത നെഗറ്റീവ് എനർജി പോയിട്ട് പോസിറ്റീവ് എനർജി വരാൻ. അതായത് അമംഗളങ്ങളെയൊക്കെ ഇല്ലാതെയാക്കി മംഗളത്തെ നിറയ്ക്കാനാണ് മണിയടിക്കുന്നത്. അപ്പോൾ ദേവിയോട് പറയാണ്, അല്ലയോ ദേവി ഞങ്ങളുടെയൊക്കെ പാപത്തെ ആ മണി ഇല്ലാതെയാക്കട്ടെ എന്ന്. അപ്പോൾ പാപങ്ങളെയൊക്കെ രക്ഷിക്കുക. എങ്ങനെ? അനഹ സുതാനിവ. സുതന്മാരെന്ന് പറഞ്ഞാൽ മക്കൾ. അപ്പോൾ അമ്മ എങ്ങനെയാണോ മക്കളെ രക്ഷിക്കുന്നത് അതുപോലെ വാത്സല്യത്തോടുകൂടി ആ ദേവിയുടെ കയ്യിലുള്ള മണി ഞങ്ങളുടെ പാപങ്ങളെയും നശിപ്പിക്കുമാറാകട്ടെ. ഹിനസ്തി ദൈത്യതേജാംസി ദൈത്യന്മാരെ അസുരന്മാരെ. ഹിനസ്തി ദൈത്യതേജാംസി സ്വനേന പൂര്യയാ ജഗത്
സാ ഖണ്ഡാപാതു നോ ദേവി പാപേഭ്യോ ന സുതാനിവാം. അടുത്ത ശ്ലോകം. അസുരാസ്രഗ്വസാ പങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. അസുരാസ്രഗ്വസാ പങ്ക, അസുരന്മാരുടെ സൃഗ്. ഇവിടെ ശ്രുവാണ്, ശ്രദ്ധിക്കാൻ നിങ്ങൾ. സ്രഗ് എന്ന് പറഞ്ഞാൽ അത് മാലയാണ്. സൃഗാണ് ഇവിടെ, അത് ശ്രദ്ധിക്കുക. സൃഗ് എന്ന് പറഞ്ഞാൽ രക്തം. വസ എന്ന് പറഞ്ഞാൽ മാംസം. പിന്നെ പങ്ക, അത് കൊഴുപ്പാണ്. ചെളി എന്നൊക്കെ അർത്ഥമുണ്ട് പങ്കത്തിന്. അപ്പം അസുരന്മാരുടെ രക്തവും മാംസവും കൊണ്ട് ചർച്ചിതസ്തേ എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്ന കരോജ്വല ഖഡ്ഗം, കയ്യിൽ ഉജ്ജ്വലമായ ശുഭങ്ങളെ നൽകുന്ന കയ്യിലുള്ള ആ വാള് ഖഡ്ഗം. ഖഡ്ഗോ ഭവതു, ആ ദേവിയുടെ കയ്യിലുള്ള ആ വാള് ഞങ്ങൾക്ക് ശുഭത്തെ നൽകട്ടെ. ചണ്ഡികേ, ഇവിടെ ചണ്ഡികയാണ് അല്ലയോ ചണ്ഡികാദേവി. ചണ്ടമുണ്ടന്മാരെ കൊന്നതുകൊണ്ടാണ് ദേവിക്ക് ചണ്ഡിക എന്ന് പേര് വന്നത്. ത്വാം, ആ ദേവി ചണ്ഡികേ, അങ്ങയെ നത വയം ഞങ്ങൾ നത നമിക്കുന്നു, നമസ്കരിക്കുന്നു. സൃഗ്വ ഗുവ വരണം അവിടെ, എന്നാലേ വസ എന്നുള്ള വാ വരുള്ളൂ. അസുരാസൃഗ്വസ പങ്കചർച്ചിതസ്തേ കരോജ്വലഞ്ഞി. സ്രഗ്വസ എന്നൊന്നും വായിക്കണ്ട, സൃഗാണത്. എടുത്തെടുത്ത് പറയുന്ന എന്തിനാ, വായിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. അസുരാസൃഗ്വസ പങ്കചർച്ചിതസ്തേ. പങ്കചർച്ചിതം എന്ന് പറഞ്ഞാൽ രക്തം, മാംസം ഇവകളെല്ലാം പുരണ്ടിരിക്കുന്ന പങ്കിതമായ, കളങ്കപ്പെട്ട അല്ലെങ്കിൽ അശുദ്ധമായ പങ്കച്ചെളിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ചർച്ചിതസ്തേ. ചർച്ചിത എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്നു, പുരണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ദേവിയുടെ കയ്യിലുള്ള ആ വാള് ഞങ്ങൾക്ക് ശുഭത്തെ നൽകട്ടെ. അതിനായിക്കൊണ്ട് അല്ലയോ ചണ്ഡികേ, അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു, നമസ്കരിക്കുന്നു. അസുരാസൃഗ്വസാ പങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. അടുത്തത്. രോഗാനശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വമാശ്രിതാഹ്യാശ്രയതാം പ്രയാന്തി. ഇത് നമ്മൾ ആദ്യത്തെ ദുർഗാ സപ്തശ്ലോകിയിൽ പഠിച്ചതാ, എന്നാലും വീണ്ടും ഒന്നും കൂടി പറയാം. രോഗാൻ അശേഷാൻ അപഹംസി, അതാണ് രോഗാനശേഷാൻ അപഹംസി, ഒറ്റപ്പതായത്. തുഷ്ട എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചാൽ, ദേവി സന്തോഷിച്ചാൽ എന്തുണ്ടാകും? എല്ലാ രോഗങ്ങളെയും അശേഷം അപഹംസി, എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കും. അതുപോലെ തന്നെ എല്ലാവിധ അഭീഷ്ടങ്ങളെയും സാധിച്ചു തരും. ദേവി തുഷ്ടയായാൽ സന്തോഷിച്ചാൽ ദേവി എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു തരും, രോഗങ്ങളെയൊക്കെ ഇല്ലാതെയാക്കും. രുഷ്ടാതു കാമൻ, എന്നാൽ രുഷ്ടയായാലോ, കോപിച്ചാൽ എല്ലാം നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേ. ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം. ദേവിയെ ആശ്രയിക്കുന്നവരെ വിപത്ത് നരാണം എന്ന് പറഞ്ഞാലോ, അവരെ വിപത്ത്, മനുഷ്യരെ, ആ ദേവിയെ ആശ്രയിക്കുന്നവരെ വിപത്ത്, അവർക്ക് ആപത്ത് വരില്ല. അപ്പം ദേവിയെ ആശ്രയിക്കുന്നവരെ ലോകം മുഴുവൻ ആശ്രയിക്കും, അവർക്ക് ആപത്തൊന്നും വരില്ല, വിപത്തൊന്നും വരില്ല എന്നർത്ഥം. അതായത് ത്വാം ആശ്രിതാൻ, അങ്ങയെ ആശ്രയിക്കുന്ന
നാ വിപത്ത് നരാണാം, അവർക്ക് വിപത്തൊന്നും വരില്ല. വിപത്ത് പ്ലസ് നരാണാം, ത പ്ലസ് നാ വന്നപ്പോൾ അത് ഇന്നായി മാറി, വിപന്നരാണാം എന്നായി. അപ്പോൾ അവർക്ക് ദേവിയെ ആശ്രയിക്കുന്നവരെ വിപത്തൊന്നും ആപത്തൊന്നും വരില്ല. ത്വം ആശ്രിത, ദേവിയെ ആശ്രയിക്കുന്നവരെ ലോകം മുഴുവൻ ആശ്രയിക്കും എന്ന് പറഞ്ഞാലോ, ഹീ ആശ്രയതാം പ്രയാന്തി, ലോകം മുഴുവൻ ദേവിയെ ആശ്രയിക്കുന്നവരെ മറ്റുള്ളവരും ആശ്രയിക്കും എന്നർത്ഥം. അതായത് ലോകം മുഴുവനും ആശ്രയിക്കും. രോഗാനശേഷാനപഹംസി ദുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വമാശ്രിതാനാം ന വിപന്നരാണാം ത്വമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. ഇനി ഓരോ ശ്ലോകം വായിച്ച് ഒന്നും കൂടി അർത്ഥം പറഞ്ഞ് നിർത്താം. സർവസ്വരൂ 107 ദിവസത്തെ ക്ലാസ്. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്താഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. എല്ലാത്തിൻ്റെയും സ്വരൂപമായി സ്ഥിതി ചെയ്യുന്ന അല്ലയോ ദേവി, എല്ലാത്തിൻ്റെയും നിയാമികയായിരിക്കുന്ന അല്ലയോ ദേവി, എല്ലാവിധ ശക്തികളോടും കൂടിയിരിക്കുന്നതായ ദേവി, ഞങ്ങളെ ഭയത്തിൽ നിന്നും രക്ഷിച്ചാലും അല്ലയോ ദുർഗാദേവി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഏതത്തേ വദനം സൗമ്യം ഏതത് തേ, ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ കാത്യായനീ നമോസ്തുതേ. അപ്പം ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം, 3 കണ്ണുകളോട് അല്ലയോ ദേവി. അംബികെ എന്ന അമ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്. വെള്ളം വരുന്നത് കൊണ്ടാണ് കണ്ണിനെ അമ്പകം എന്ന് പറയുന്നത്. ത്രംബകേ എന്നാണ് വിളിക്കുന്നത്. 3 കണ്ണുകളോട് കൂടിയവളെ, 3 കണ്ണുകൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ദേവിയുടെ സൗമ്യമായ മുഖാരവിന്ദം ഞങ്ങളെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. കാത്യായനി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. കാത്യായന മഹർഷിയുടെ മകളായതുകൊണ്ട് ഇവിടെ കാത്യായനി. ആദ്യം നാരായണിയായിരുന്നു, പിന്നെ ദുർഗയായി, പിന്നെ കാത്യായനിയായി, പിന്നെ ഭദ്രകാളി. ഇങ്ങനെ ഓരോന്നും ഓരോരോ ദേവിമാരെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ കാത്യായനി ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ജ്വാലാകരാളമത്യുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം പാതുനോപീതർ ഭദ്രകാളി നമോസ്തുതേ. ശത്രുക്കളുടെ നേർക്കയച്ചാൽ പോകുന്ന വഴിക്കെല്ലാം ജ്വാലകൾ കൊണ്ട് ഭയങ്കരമായിരിക്കുന്നതും അത്യുഗ്രവും എല്ലാ അസുരന്മാരെയും കൊന്നൊടുക്കിയതുമായ അങ്ങയുടെ ത്രിശൂലം ഞങ്ങളെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അല്ലയോ ഭദ്രകാളി, ഭദ്രത്തെ ചെയ്യുന്നവൾ ഭദ്രകാളി, ഭക്തന്മാർക്ക് മംഗളത്തെ ചെയ്യുന്ന അല്ലയോ ദേവി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഹിനസ്തി ദൈത്യതേജാംസി സ്വനേനാ പൂര്യയാ ജഗത് സാ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യോ സുതാനിവ. അതായത് ഹിനസ്തി നശിപ്പിക്കുന്നു, ദൈത്യതേജാംസി യാതൊരു മണിനാദം കേട്ടപ്പോഴാണോ അസുരന്മാരുടെ തേജസ് നശിച്ചത്, അതേ മണിനാദം കൊണ്ട് ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നതും ആ മണിനാദം പുത്രരെ എന്ന പോലെ വാത്സല്യത്തോടുകൂടി ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. അല്ലയോ ദേവി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഖണ്ഡ മണിയാണ്. ആ മണി അമംഗളത്തെ നീക്കി മംഗളത്തെ നൽകുന്നു. പാപങ്ങളെ നീക്കി പാപമില്ലാതെയാക്കുന്നു. പാപേഭ്യോ ന അന, അന എന്ന് പറഞ്ഞാൽ അമ്മ. ഇവിടെ അത് ചില പുസ്തകത്തിലേ ഉള്ളൂ, ചിലതിലില്ല. പാപേഭ്യോന സുതാനിവ, സുതന്മാരെന്ന് പറഞ്ഞാൽ മക്കൾ. അപ്പം അമ്മ എങ്ങനെയാണോ തൻ്റെ മക്കളെ രക്ഷിക്കുന്നത്, അതുപോലെ ദേവിയുടെ ആ മണി ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ എന്നർത്ഥം.
അസുരാസൃഗ്വസാപങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാന്നതാവയം. അസുരന്മാരുടെ രക്തവും വസയും കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതും ദേവിയുടെ കയ്യിൽ ശോഭയോടുകൂടിയിരിക്കുന്നതുമായ ഖഡ്ഗം വാള് ഞങ്ങൾക്ക് ശുഭത്തെ ചെയ്യട്ടെ. ദുഷ്ടനിഗ്രഹ തൽപരയായ അല്ലയോ ചണ്ഡികാദേവി, ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. രോഗാനശേഷാനപഹംസി ദുഷ്ട കാം രുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വമാശ്രിതാനാന്ന വിപന്നരാണാം ത്വമാശ്രിതാഹ്യാശ്രയതാം പ്രയാന്തി. അവിടുന്ന് സന്തുഷ്ടയായി അനുഗ്രഹിച്ചാൽ എല്ലാ രോഗങ്ങളെയും, രോഗാൻ അശേഷാൻ അപഹംസി, എല്ലാ രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്നു, എല്ലാവർക്കും സകലവിധമായ അഭീഷ്ടങ്ങളെയും നൽകുന്നു. എന്നാൽ രുഷ്ടയായാലോ ദേവി അവരെ നശിപ്പിക്കുകയും ചെയ്യും. ഇപ്പം രുഷ്ട കോപിച്ചാൽ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. അതിനുദാഹരണമാണ് അസുരന്മാരെ ദേവി കൊന്നത്. അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ആപത്തെന്നൊന്നില്ല തന്നെ. ദേവിയെ ആശ്രയിക്കുന്നവർ അന്യർക്ക് ആശ്രയന്മാരായിത്തീരുന്നു, അന്യർക്ക് ആശ്രയഭൂതന്മാരായിത്തീരുന്നു. അതുകൊണ്ട് ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന്. അപ്പം ഇത്രയും ഒരു പ്രാവശ്യം കൂടി വായിച്ച് നിർത്താം. ഓം അഥ ശ്രീമദേവി മാഹാത്മ്യേ ഏകാദശോധ്യായേ 23 ശ്ലോകം, 23 മുതൽ 28 വരെ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ. ചില പുസ്തകത്തിൽ ഭൂതേഭ്യ എന്നായിരിക്കും, ചിലതിൽ ഭീതിഭ്യ എന്നായിരിക്കും. രണ്ടും ശരിയാ. കാത്യായനീ നമോസ്തുതേ. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീദേഹേ ഭദ്രകാളി നമോസ്തുതേ. ഹിനസ്തി ദൈത്യതേജാംസി സ്വനേനാഭൂര്യയാ ജഗത് സാ ഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യോ ന സുതാനിവാം. അസുരാസൃഗ്വസാപങ്കചർച്ചിതസ്തേ കരോജ്വല ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. രോഗാനശേഷാനപഹംസി ദുഷ്ട രുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വമാശ്രിതാനാം ന വിപന്നരാണാം ത്വമാശ്രിതാഹ്യാശ്രയതാം പ്രയാന്തി. ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അപരാധസഹസ്രാണി ക്രിയന്തേ കർണിശം മയാ ദാസോയമിതി മാമത്വാ ക്ഷമസ്വ പരമേശ്വരി.